നമ്മൾ ഡൽഹിയിൽ വന്നുള്ള നിസാൻ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിന് ലോഞ്ച് ചെയ്തിട്ടാണ്. നിസാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ് മാഗ്നൈറ്റ് എന്ന് പറയുന്നത്. കാരണം നിസാന് ഇപ്പോൾ കറൻ്റ് നോക്കി കഴിഞ്ഞാൽ 2 പ്രൊഡക്ട്സ് ഉണ്ട്, മാഗ്നൈറ്റ് ഉണ്ട്, അതുപോലെ എക്സ്ട്രയിൽ ഉണ്ട്. പക്ഷേ മാഗ്നൈറ്റ് ആണ് അവരുടെ സെയിൽസിൻ്റെ ഹ്യൂജ് വോളിയൂംസ് എല്ലാം വരുന്നത്. കാരണം എക്സ്ട്രയിൽ ഒരു ZB പ്രൊഡക്റ്റ് ആണ്. ഏകദേശം 4 വർഷത്തിന് മേളിലായി നമ്മുടെ മാഗ്നൈറ്റ് ലോഞ്ച് ചെയ്തിട്ട്. ആ ഒരു വാഹനമാണ് നിസാൻ ഇത്രയും കാലം ഇന്ത്യയിൽ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് തന്നെ നിസാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നതുകൊണ്ട് മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിസാൻ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവിടെ അൺവെയിൽ ചെയ്ത് ഒരു റൈറ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലും ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലാണ്. കാരണം ഏഷ്യൻ മാർക്കറ്റിൽ കുറേ കൂടി ഏഷ്യൻ മാർക്കറ്റ്സ്, ആഫ്രിക്കൻ മാർക്കറ്റ്സിലേക്കൊക്കെ നിസാൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. കാരണം 2026 ആകുമ്പോഴത്തേക്കും 1 ലക്ഷം വാഹനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നിസാൻ്റെ ഒരു പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ മാഗ്നൈറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മാഗ്നൈറ്റിന് ഏകദേശം 100 മില്യൺ യൂറോസ് ആണ് അവർ ഈ ഒരു വാഹനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നിസാൻ പറഞ്ഞിട്ടുള്ളത്. ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് മാറ്റങ്ങളാണ്. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം കുറച്ചുകൂടിയും ഡിസൈനിനെ കുറച്ചുകൂടി പ്രൊമനൻ്റ് ആക്കി, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആക്കുന്ന രീതിക്കാണ് നിസാൻ ചെയ്തിട്ടുള്ള. ഏറ്റവും എടുത്ത് പറയുന്നത് ഈ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് തന്നെയാണ്. കാരണം ഹെഡ് ലാമ്പിൽ കുറച്ചൊരു സ്മോക്ക് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, ഒരു പ്രൊജക്ടർ സെറ്റപ്പാണ് നിസാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഗ്രില്ല് കുറച്ചുകൂടി ഡിസൈനിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അത് ലോവർ പാർട്ട് ഓഫ് ദി ബമ്പർ കുറച്ചും ഡിഫറൻ്റ് ആണ്. ഒരു പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. നേരത്തെ ഫോഗ് ലാംപ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു പ്രൊജക്ടർ ഫോഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിലെ മറ്റൊരു മാറ്റം വന്നത് ഈ ഒരു കളറാണ്. ഈ ഒരു കളർ ഓപ്ഷൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. വേറെ ഫ്രണ്ടിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ നോക്കി കഴിഞ്ഞാൽ 16 ഇഞ്ച് അലോയ് വീൽസ് ഉണ്ട്. ഡയമണ്ട് കട്ട് പാറ്റേൺ ആണ് നിസാൻ നൽകിയിട്ടുള്ളത്. സൈസോ കാര്യങ്ങളൊന്നും വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും ആ ഒരു ഡിസൈൻ തീം കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട്. വേറെ നോക്കി കഴിഞ്ഞാൽ സൈഡിലേക്ക് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ നോക്കി കഴിഞ്ഞാൽ ക്രോം ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. വേറെ സൈഡിലേക്ക് കഴിഞ്ഞാൽ കാര്യമായ ഡിസൈൻ ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇവിടെ ഒരു റൂഫ് റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ റിയറിലും കാര്യമായ ഡിസൈൻ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലിയർ ലെൻസ് ആയാലും ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു LED ഫിനിഷ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടെർബോ എന്നുള്ള ബാഡ്ജിങ്ങും CVT എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വേറെ ബൂട്ട് സ്പേസ് നോക്കി കഴിഞ്ഞാൽ ഡയമെൻഷൻസിലെ കാര്യങ്ങളൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ മാഗ്നൈറ്റിന് എന്താണോ ആ സെയിം ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് ബൂട്ട് സ്പേസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. 60/40 സ്പ്ലിറ്റ് സീറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള ഇന്റീരിയറാണ്. ഇന്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ തീമോ കാര്യങ്ങളൊന്നും കാര്യമായ വ്യത്യാസമൊന്നും വന്നില്ല. ഫുൾ കളറിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുള്ളത്. ശരിക്കും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ 8 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നാണ്. ഗ്രാഫിക്സും കാര്യങ്ങളും കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മാറ്റം വന്നതാണ് നമ്മുടെ ക്ലസ്റ്ററിലാണ്. കാരണം ക്ലസ്റ്ററിന്റെ ഡിസൈൻ തീം സെയിം ആണെങ്കിൽ പോലും ആ ഗ്രാഫിക്സ് കാര്യങ്ങൾ, കാരണം നേരത്തെ വന്ന ഗ്രാഫിക്സ് ഒരു ഗിമിക്കി ഗ്രാഫിക്സ് ആണ്. ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പഴയ രീതിക്കുള്ള ഗ്രാഫിക്സ് ആയിരുന്നു ഡിസൈൻ വന്നിരുന്നത്. പക്ഷേ എന്നാലും ഇപ്പോൾ മാറ്റി പുതിയൊരു ഗ്രാഫിക് ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ നോക്കി കഴിഞ്ഞാൽ പഴയ മോഡലിലെ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നത് പുതിയതാണ്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്കൊരു പുതിയൊരു ഫീലാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഇന്റീരിയർ ഫുള്ള് നോക്കുകയാണെങ്കിൽ നമ്മൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന എല്ലാ പാർട്സും കുറേ ലെതറൈറ്റ് ആക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ ലെതറൈറ്റാണ്. അതുപോലെ ഈ ഒരു ഭാഗം ലെതറൈറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ സീറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ലെതറൈറ്റാണ്. സീറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ പ്രത്യേകത നിസാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഹീറ്റ് അബ്സോർപ്ഷൻ കുറച്ചുകൂടി കുറവായിരിക്കുന്നതാണ്. സാധാരണ സീറ്റ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹീറ്റ് അബ്സോർപ്ഷൻ കുറവാണ്. വെന്റിലേറ്റഡ് സീറ്റ് ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിസാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സെൻട്രൽ കൺസോളിലോ ഡിസൈനിലോ കാര്യങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല. TN 2.5 എയർ ഫിൽറ്റർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജേംസ് കുറച്ചുകൂടി അകത്തേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. USB ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ വന്നിങ്ങനെ ലെതറൈറ്റ് ആണ് വന്നത്. സോ ഈ ഒരു ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലെതറൈറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടി ലെതറൈറ്റ് ഉണ്ട്. കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്റീരിയറിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സോ നമ്മുടെ മാഗ്നൈറ്റിന് ഇപ്പോൾ 6 പുതിയ വേരിയൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നെയിമിംഗ് പാറ്റേൺ എല്ലാം കുറച്ചും ഡിഫറൻ്റ് ആണ്. ഗ്ലോബലിയുള്ള നിസാൻ്റെ ഒരു പാറ്റേണിലേക്കാക്കി നിസാൻ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇന്റീരിയറിൽ ഒരു കാര്യം പറയാൻ വിട്ടുവരുന്നു, ഓട്ടോ ഡിമ്മിങ് IRVM ഉണ്ടായിരുന്നു. അത് ഇന്റീരിയറിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ്. പിന്നെ എഞ്ചിൻസ് നോക്കി കഴിഞ്ഞാൽ സെയിം എഞ്ചിൻസ് തന്നെയാണ്. 1 ലിറ്റർ NA എഞ്ചിനും അതുപോലെ തന്നെ ടർബോ എഞ്ചിൻ തന്നെയാണ്. CVTയിലും AMTയിലും മാനുവൽ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്. വില സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം പഴയ മോഡലിലെ സെയിം റേറ്റ് 5.99 ലാക്സിനാണ് നമ്മുടെ പുതിയ മാഗ്നൈറ്റിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 11.50 ലാക്സിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ വാഹനത്തിൽ ബുക്കിംഗ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വാഹനത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക.